ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അവൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് ഇത്തിരി ഈസ്റ്റ്, പഞ്ചസാര, ചെറിയ ചൂടോടുള്ള പാൽ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പൊന്താൻ വെക്കാം. നമുക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ നമുക്കതിലൊഴിക്കാം. എന്നിട്ട് ഞാൻ 300 ഗ്രാം മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൊന്താൻ വെച്ചിരുന്ന ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. സ്വല്പം വെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടിൽ ഒഴിച്ച് കൊടുക്കുവാണ്. നല്ലൊരു മയവും മണവും കിട്ടും. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനെക്കാട്ടി ഇച്ചിരി ലൂസിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. അതിന് ശേഷം നമുക്ക് കയ്യിൽ എണ്ണ വെട്ടിയിട്ട് മാവിൻ്റെ പുറത്തെല്ലാം ഒന്ന് തടവിയിട്ട് നമുക്ക് എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളെടുക്കാം. അവലെടുത്തിട്ടുണ്ട്, ഒരു 200 ഗ്രാം അവലെടുത്തിട്ടുണ്ട്. പഞ്ചസാര, ഒരു മുറി തേങ്ങ, ഇതൊക്കെ ചേരുവയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. സ്വല്പം ഏലയ്ക്ക, പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് കൈയിട്ട് ഞെവിടിയിൽ തന്നെ അത് മയമാക്കണം. നമ്മൾ അവൽ നനയ്ക്കുന്നത് പോലെ തന്നെ നനച്ച് അതൊരു മയത്തിലാക്കിയെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നമുക്ക് മാവ് പൊന്തിയൊന്ന് നോക്കാം. നല്ലപോലെ പൊന്തിയിട്ടുണ്ട്, നല്ല മയമായിട്ടുണ്ട്. നമുക്ക് ഈ മൊത്തം മാവ് രണ്ടായിട്ടങ്ങ് എടുക്കാം. സമം പോലെ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മൾ നെയ്യ് വെട്ടിയിട്ടുണ്ട്. നമ്മളതിനകത്ത് തന്നെ വെച്ച് പരത്തുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പലകയിൽ പൊടി ചേറിയിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. രണ്ടായിട്ട് നേരെ പകുത്ത് നല്ലപോലെ പരത്തിയെടുക്കാം. 2 പോർഷനും ഒരുപോലെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഒന്ന് നമുക്ക് അടയ്ക്കാനായിട്ട് എടുക്കുകയാണ്. ഫില്ലിങ് വെച്ചിട്ട് ഇതിൻ്റെ അടപ്പായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് എയർ ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് ഫില്ലിങ് നിറയ്ക്കാം. ഇതിനകത്ത് എല്ലാ വശവും ഒരുപോലെ ഫില്ലിങ് വരത്തക്ക രീതിയിൽ വൃത്തിയാക്കി പരത്തിയെടുക്കുക. എല്ലാം നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ മറ്റേ പരത്തി വെച്ചേക്കുന്ന മാവൂടെ ഇതിൻ്റെ മേമൂടിയായിട്ട് വെച്ച് നല്ലപോലെ ഫില്ലിങ് ഒന്നും വെളിയിൽ പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് അടച്ചെടുക്കാം. 4 വശവും ഒരുപോലെ അടച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു എയർ ഹോളോട് ഇടുന്നത് നല്ലതായിരിക്കും. അവൽബലിനെല്ലാം നല്ലപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓവനിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യണം. അതല്ല സ്റ്റൗവിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വെക്കുന്ന പാത്രം 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യണം. ഇപ്പം ഹീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഓവനിലോട്ട് വെക്കാം. 180 ഡിഗ്രിയാണ് വെച്ചേക്കുന്നത്. ഓരോ ഓവൻ്റെ അനുസരിച്ച് ക്രമീകരിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ 180 ഡിഗ്രിയാണ് വെച്ചിരിക്കുന്നത്. ടൈം കൊടുത്തേക്കുന്നത് 35 മിനിറ്റാണ്. ഓരോ ഓവൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 35 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഇത് വെന്തോന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല കളറും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാവുന്നതാണ്. തണുത്തതിന് ശേഷം നമുക്കെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ അവൽ ബന്നിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതൊന്ന് തിന്ന് നോക്കാം. നല്ലൊരു മയവും ഒക്കെ ഉണ്ട്, കണ്ടില്ലേ? നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ.